അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തോ റിപ്പോർട്ടിലുണ്ടെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ട വാർത്തയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനാണ് രണ്ട് ദേവസ്വങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഭംഗം വന്നപ്പോഴാണ് തിരുവമ്പാടിക്കാർ പൂരം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ പേരിൽ തിരുവമ്പാടി ദേവസ്വത്തിനെ കുറ്റം പറയുകയാണെങ്കിൽ അതിനെ ഭക്തജനങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഭക്തജനങ്ങളോടൊപ്പം കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും. ഈ റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും ഓരോ ദിവസവും വളരെയധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ മറ്റ് പോംവഴിയില്ല. എന്തിനാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് ഒറ്റ ലൈനേ ഉള്ളൂ, ഒറ്റ ഡിമാൻഡേ ഞങ്ങൾക്കുള്ളൂ, ജുഡീഷ്യൽ എൻക്വയറി വേണം. അല്ലാതെ ഈ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഇട്ട് അലക്കേണ്ട കാര്യമില്ല. അത് റിപ്പോർട്ട് എന്താണെങ്കിലും, അത് പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരുപാട് കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അജിത് കുമാർ. അങ്ങനെയുള്ള ആൾ എഴുതിയുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡറിന് മാറ്റി നിർത്തുകയും ജുഡീഷ്യൽ അന്വേഷണം നടത്തുകയും ചെയ്യണം. അതിനുവേണ്ട സമരങ്ങളുടെ തുടക്കമാണെന്ന്. ഇത് അതിശക്തമായിട്ടുള്ള സമരങ്ങളിലേക്ക് പോവുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഞങ്ങളില്ല. പിന്നെ CBIക്കാർ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചോട്ടെ, അത് ഞങ്ങളുടെ വിഷയമല്ല. ഇപ്പോൾ ഈ ഇങ്ങനൊരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 2 ദിവസം മുൻപ് മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാർ റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത്. അതിൽ പരിചയക്കുറവാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിന് വൈരുദ്ധ്യം പോലീസ് മുന്നിൽ തന്നെ അല്ല, ഈ റിപ്പോർട്ട് എഴുതാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ വൈരുദ്ധ്യമല്ലേ? ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയോട് ചോദിക്കുകയാണ് റിപ്പോർട്ട് തരാൻ. ആരാ ഉത്തരവാദി? ഇയാൾ തന്നെ, ഈ അജിത് കുമാർ തന്നെ. അദ്ദേഹത്തിന് DGPക്ക് പോലും വിശ്വാസമില്ലല്ലോ. DGPനെ ഒരു എന്താ പറയേണ്ടത്, ഒരു ബൊമ്മേനെ പോലെ ഇരുത്തിയിരിക്കുകയാണ്. പാവത്തിന് നല്ല മനുഷ്യനാണ്. ബൊമ്മയെ പോലെ അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് അജിത് കുമാറിനെ കൊണ്ടാണ് പിണറായി ഓപ്പറേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അജിത് കുമാറിനെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇപ്പം എത്ര ദിവസമായി പൂരത്തിൻ്റെ റിപ്പോർട്ട്? പൂരം 20-ാം തീയതി കഴിഞ്ഞു. പക്ഷേ വെടിക്കെട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളേക്കാൾ ശക്തമായിട്ടുള്ള പൊട്ടലാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പൂരം കഴിഞ്ഞാൽ ചെറിയ ടൂ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഈ പൊട്ടാത്തയിലെ പടകങ്ങൾ പൊട്ടും, ചെറിയ സൗണ്ടേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. പൂരത്തിൻ്റെ വെടിക്കെട്ടിനേക്കാൾ നല്ല ശബ്ദത്തിലാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പൂരത്തിന് വെടിക്കെട്ടാണ് മുടങ്ങിയത്. പക്ഷേ ആ വെടിക്കെട്ടിനെ കവച്ച് വയ്ക്കുന്ന രീതിയിൽ വെടിക്കെട്ട് എല്ലാ ദിവസവും നടക്കുകയാണ്. പത്രത്തിലും വെടിക്കെട്ട്, ചാനലിലും വെടിക്കെട്ട്. ഇത്രയും ഭംഗിയായിട്ട് വെടിക്കെട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായില്ല. ഒക്കെ പിണറായി ഉണ്ടാക്കിയതാണ് ഈ കുഴപ്പം മുഴുവൻ. അതുകൊണ്ട് അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് ആർക്കും കാണണ്ട. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും.